ഞാനേ ഒരു വളവും വില കൊടുത്ത് വാങ്ങാറില്ല. എല്ലാം നമ്മുടെ ഇവിടെയുള്ള സാധനങ്ങൾ തന്നെയാണ്. അതിനെ കമ്പോസ്റ്റായിട്ടും ഡയറക്റ്റും ഒക്കെ ഞാനിടും. അപ്പോൾ നമ്മുടെ ചാരം പക്ഷേ നമുക്ക് ഡയറക്റ്റാൻ പറ്റില്ല, കാരണം ചാരം ചൂടാണ്. നമ്മുടെ ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. മെയിൻ തിങ് നമ്മുടെ ചാരം, പിന്നെ ദേ ഇന്ന് തൂത്തുവാരിയെടുത്ത കരിയില, പിന്നെ മണ്ണ്, ലാസ്റ്റ് ഇതേ കഞ്ഞിവെള്ളം. ഇത് 2 ദിവസം മുമ്പത്തെ നല്ലപോലെ ആറിയ പുളിച്ച കഞ്ഞിവെള്ളം. ഇതെല്ലാം ഇട്ട് വയ്ക്കാനോ ഒരു ചാക്ക്. ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ളതാണ്. ഇതേ ചാക്കിനെ ഒന്ന് ചെറുതായിട്ട് ചുരുട്ടുക, അല്ലെങ്കിൽ നമുക്ക് ഒരാൾക്ക് തന്നെ ഇത് ചെയ്യാൻ പറ്റാണ്ട് വരും. അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മണ്ണിടുക. ചാക്കിൻ്റെ അടിയിലോട്ട് ദേ ചാരം പറക്കും, അതുകൊണ്ട് കുറച്ച് മാറ്റി പിടിച്ച് വേണം ചെയ്യാൻ. നല്ല പുളിച്ച കഞ്ഞിവെള്ളമാണ്, അതൊഴിക്കുക. എഗെയിൻ റിപ്പീറ്റ് ദ സെയിം പ്രോസസ്സ്. അതായത് ാണ് ഇതേ. ഇനി കഞ്ഞിവെള്ളം, അടുത്ത എഗെയിൻ മണ്ണ്, ചാരം, ലാസ്റ്റ് കരിയില. ദേ ഇത്രയുണ്ട്. ഇത് പക്ഷേ ഒരു 2 മാസം കഴിയുമ്പോൾ ഇത് കംപ്ലീറ്റ് പൊടിഞ്ഞ് ഒരു കുറച്ചാവും. ഇതിനെ അങ്ങ് കെട്ടിക്കൂടെ വയ്ക്കുക. എന്നിട്ട് വലിയ വെയിൽ കൊള്ളാത്ത ഒരു തണലത്ത് കൊണ്ട് ഇത് വെക്കണം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഡീകമ്പോസ്റ്റായി നമുക്ക് നല്ലൊരു വളം കിട്ടും. അങ്ങനെ നമ്മുടെ ചാരം, നമ്മുടെ മണ്ണ്, നമ്മുടെ ഇല, ഇത്രയും, പിന്നെ നമ്മുടെ കഞ്ഞിവെള്ളം, ഇതിൽ ഒരു സാധനം പോലും നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല. എല്ലാം 0 കോസ്റ്റാണ്. സോ ആർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇങ്ങനെ കുറച്ച് വളം ഉണ്ടാക്കി വെക്കൂ. നമുക്ക് ഒരു ചെടിയല്ലേ ഒരു ചെടി നട്ടെടുക്കാം.